അങ്ങനെ പുഷ്കർ തടാകമൊക്കെ കണ്ട ശേഷം നേരെ ഞാൻ പോകുന്നത് ജോധ്പൂരിലേക്കാണ്. ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അജ്മീറിലെത്തണം എനിക്ക്. ഈ ബസ്സിൽ നല്ല തിരക്കാണ്. ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഗിയർ ബോക്സിൻ്റെ മുകളിലൊക്കെയാണ് ആളുകൾ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത ബസ് എനിക്ക് ലഭിച്ചു. ആ ബസ്സിൽ ഏറ്റവും പിന്നിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകളൊന്നും എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഒരു സൈഡിലെ കാഴ്ചകൾ അത്യാവശ്യം കാണാം. അജ്മീറിൻ്റെ ചില കാഴ്ചകളൊക്കെ ഞാൻ പകർത്തി അതൊക്കെ കണ്ടു, ആസ്വദിച്ചു, ഇങ്ങനെ ഇരുന്നു. അപ്പുറം സൈഡ് എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ആ ഒരു വിഷമമുണ്ട് എനിക്ക്. എന്താണെങ്കിലും ഇനി കുറച്ച് സമയം ഒന്ന് ഉറങ്ങണം എന്നാലോചിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ജോധ്പൂരിലേക്കാണ് നേരെ പോകുന്നത്. വോൾവോയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു കാഴ്ച. ഇടയ്ക്ക് ഇതുപോലെ മോട്ടൽ, അതായത് നമുക്ക് റെസ്റ്റ് ഒക്കെ എടുക്കാനുള്ള സ്ഥലമാണ്. ഒരു 10-20 മിനിറ്റോളം ഇതിങ്ങനെ നിർത്തിയിടും. നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അത്യാവശ്യം ഫുഡും കഴിച്ച് യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് വരാനുള്ളൊരു സമയമുണ്ട്. സൂര്യപ്രകാശം അടിപൊളി, നല്ലൊരു കാഴ്ച. നമുക്കിവിടെ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ കഴിച്ചു നേരെ വീണ്ടും വണ്ടിയിലേക്ക്. എനിക്കേതായാലും ഷൂട്ട് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഫ്രണ്ടിലൊരു സീറ്റ് തന്നു. ഇനി അവിടെ ഇരുന്ന് ഉള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകും. ഇടയ്ക്കെങ്ങോ ഞാൻ മയങ്ങിപ്പോയി. ഉണർന്നപ്പോൾ കാണുന്നത് ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വോൾവോയാണ്. വലിയ തിരക്കുകളൊന്നുമില്ല, നല്ല ഹൈവേ ആണ്, നല്ല റോഡുകളും. ഇടയ്ക്ക് ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. കാരണം നമ്മുടെ നാട്ടിൽ കാണുന്നൊരു കാഴ്ചകളല്ല അവിടെ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ രാത്രി കാലത്ത് ഇരിക്കുന്നൊരു സുഖം തന്നെയാണ്. അങ്ങനെ ബസ് ജോധ്പൂരിലെത്തി. ബസ് സ്റ്റാൻഡിലാണ് നിർത്തിയിരിക്കുന്നത്. ഇനി എവിടെയെങ്കിലും ഒരു ഹോട്ടലും തപ്പിയെടുക്കണം. ഞാൻ ഹോട്ടലും നേരത്തെ ബുക്ക് ചെയ്ത് അങ്ങനെ യാത്ര ചെയ്യാറില്ല. കാരണം നമ്മളെപ്പോൾ അവിടെ ചെല്ലും എന്നൊന്നും അറിയില്ല. അപ്പോൾ എവിടെ ഇറങ്ങുന്നു അതിൻ്റെ പരിസരത്ത് കാണുന്ന ഹോട്ടലുകൾ എടുക്കാറാണ് പതിവ്. ഇനി ഒന്ന് ഹോട്ടലിൽ തപ്പണം. അങ്ങനെ അവിടെ കുറേ തപ്പി നടന്നു. ഹോട്ടലുകളൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സർവീസ് ബസ്, ചെറിയൊരു ബസ്സാണ്, അതിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോവുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് 407 ഇവിടെ ചെറിയ ബസ്സുകളായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഒന്ന് നോക്കണം ഇനി. അങ്ങനെ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അത്ഭുതകരമായ ഒരു കാഴ്ച. ഈ കിടക്കുന്നതൊക്കെ ആളുകളാണ് കേട്ടോ. 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രാത്രി ഇങ്ങനെ കിടക്കാം. ഒരു കമ്പിളി പുതപ്പും ഒരു കട്ടിലും ഒക്കെ തരും. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ വഴിയരികിൽ ഇത് കട്ടിലൊക്കെ ആയിട്ട് പോകുന്നത് കണ്ട, വഴിയരികിൽ ഇങ്ങനെ കട്ടിലൊക്കെ ഇട്ട് തരും. അവിടെ കിടന്നോണം.